ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഏത് ഫിഷ് വെച്ചിട്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഫിഷ് കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആവശ്യമുണ്ട്. ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഫിഷ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഫിഷ് എടുക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അല്പം പോലും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.